നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ 23 വയസ്സുള്ള ആയിഷയാണ് മരിച്ചത്. ആളൂർ താഴേക്കാട് വീട്ടുകിണറ്റിൽ സാമൂഹ്യവിരുദ്ധർ കീടനാശിനി കലക്കിയതായി പരാതി. മനക്കുളങ്ങര പറമ്പിൽ ഷാജിയുടെ വീട്ടുകിണറ്റിലാണ് കീടനാശിനി കലക്കിയിരിക്കുന്നത്. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. പനങ്ങാട് സ്വദേശി കരിപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ 60 വയസ്സുള്ള ജയയ്ക്കാണ് കുത്തേറ്റത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ 23 വയസ്സുള്ള ആയിഷയാണ് കിടപ്പുമുറിയിൽ വ്യാഴാഴ്ച രാവിലെ 7-ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജൂലൈ 13-നായിരുന്നു വിവാഹം. ഭർത്താവ് ചേലക്കര സ്വദേശി നീണ്ടൂർ വീട്ടിൽ മുഹമ്മദ് ഇഖ്സാൻ ഒരാഴ്ച മുൻപാണ് വിദേശത്തേക്ക് തിരിച്ചുപോയത്. കാസോക്കു കരാട്ടെ ഇന്ത്യയുടെ പരിശീലകയായ ആയിഷ ചാലക്കുടി പനമ്പള്ളി കോളേജിലെ PG വിദ്യാർത്ഥിയാണ്. തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായ ഇവർ മാള സൊക്കോസോ സ്കൂൾ, മാള കാർമൽ കോളേജ്, സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂൾ, പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കരാട്ടെ പരിശീലകയാണ്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, മാള. ആളൂർ താഴേക്കാട് വീട്ടുകിണറ്റിൽ സാമൂഹ്യവിരുദ്ധർ കീടനാശിനി കലക്കിയതായി പരാതി. മനക്കുളങ്ങര പറമ്പിൽ ഷാജിയുടെ വീട്ടുകിണറ്റിലാണ് കീടനാശിനി കലക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 2-നാണ് കീടനാശിനി കലക്കിയത്. രാവിലെ പൈപ്പിൽ നിന്നും കുടിവെള്ളം എടുത്തപ്പോൾ ദുർഗന്ധം വന്നതിനെ തുടർന്ന് ഷാജി കിണറിന് സമീപം നോക്കിയപ്പോഴാണ് കീടനാശിനി കലക്കിയിരിക്കുന്ന വിവരം അറിയുന്നത്. കിണറിനു സമീപം ദുർഗന്ധം അനുഭവപ്പെടുകയും കീടനാശിനി കലക്കിയതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ഷാജി ഉടൻ തന്നെ വാർഡ് മെമ്പറെയും മാള പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിഭാഗം അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഷാജി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കിണറ്റിലെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കൊമ്പൊടിഞ്ഞാമാക്കൽ നവോദയ ജംഗ്ഷനിലെ മനോരമ ഏജന്റാണ് ഷാജി. തനിക്ക് ശത്രുക്കളില്ലെന്നും സഹായം മാത്രമേ ചെയ്യാറുള്ളൂ എന്നും ഷാജി മീഡിയ ടൈമിനോട് പറഞ്ഞു. വെളുപ്പിന് പുലർച്ചയ്ക്ക് മോൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി കിണറ്റിൽ നിന്ന് നേരിട്ട് വെള്ളമാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ പൈപ്പിൽ നിന്ന് കുടിക്കാൻ വേണ്ടി മറ്റേ ടിന്നിലേക്ക് എടുത്തപ്പോൾ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ ഇത്ര അങ്ങനെ വിഷാംശത്തിൻ്റെ സ്മെല്ല് കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കിണറ്റിലേക്ക് വന്നപ്പോൾ കിണറിൻ്റെ ചുറ്റുവശം ഈ കീടനാശിനിയുടെ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ മെമ്പറെ അറിയിച്ചു. മെമ്പർ വന്ന്, അതുപോലെ തന്നെ HI വന്ന്, ഇവർ വന്ന് കിണറിൻ്റെ അരികെ വന്ന് നോക്കിയപ്പോൾ സ്മെല്ല് ഉണ്ടായിരുന്നു. നല്ല വിഷാംശത്തിൻ്റെ സ്മെല്ലാണ് കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ പോലീസ് പരാതി കൊടുത്ത് പോലീസ് എത്തുകയും പോലീസ് വന്ന് നോക്കുകയും ചെയ്തു. ഇതേപോലെ അവസ്ഥ കണ്ടത്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെയുള്ള വൈസ് പ്രസിഡൻ്റൊക്കെ എത്തി അതിൻ്റെ മേൽ നടപടിയെടുത്ത് ഈ വെള്ളത്തിൻ്റെ സാമ്പിള് മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ശേഖരിച്ച് നമ്മുടെ കാക്കനാട് വെള്ളം പരിശോധിക്കാൻ കൊടുത്തേക്കുക. അപ്പം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇന്നോ നാളെ എത്തും. അതുകൊണ്ട് തന്നെ ആരാണ് കീടനാശിനി കലക്കിയതെന്നും എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നുമുള്ള ആശങ്കയിലാണ് ഷാജിയുടെ കുടുംബം. മീഡിയ ടൈം, മാള. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. AKG നഗറിൽ ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പനങ്ങാട് സ്വദേശി കരിപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ 60 വയസ്സുള്ള ജയയ്ക്കാണ് കുത്തേറ്റത്. തയ്യിൽ വിശ്വനാഥന്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിന്നിലൂടെ വന്ന ആളാണ് ആക്രമണം നടത്തിയത്. ദേഹത്ത് 5 ഇടത്തായി കുത്തേറ്റിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജയയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ സ്വർണമാലയാണ് അക്രമി പൊട്ടിച്ചെടുത്തത്. പ്രതി AKG നഗർ സ്വദേശി വിജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. DYSP VK രാജു സംഭവസ്ഥലം സന്ദർശിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ.
നാടകപ്രതിഭയും സിനിമ സീരിയൽ നടനും സംഗീത നാടക അക്കാദമി സമഗ്ര സംഭാവന ഗുരുപൂജ പുരസ്കാര ജേതാവുമായ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. സംസ്കാരത്തിന് മുന്നോടിയായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ നടന്ന പൊതുദർശനത്തിനിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടക കലാകാരന്മാരും രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി കൊടുങ്ങല്ലൂർ തഹസിൽദാർ ശ്രീനിവാസ് മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഗീത നാടക അക്കാദമി അംഗങ്ങളും റിത്ത് സമർപ്പിച്ചു. അന്ത്യോപചാരത്തിലും അനുശോചന ചടങ്ങിലും ET ടൈസൺ MLA, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, പ്രൊഫസർ KU അരുണൻ, PK ചന്ദ്രശേഖരൻ, KG ശിവാനന്ദൻ, KR സുനിൽ, TK ഗംഗാധരൻ, ബക്കർ മേത്തല, KR ജൈത്രൻ, TS സജീവൻ, KS കൈസാബ്, ഡാവിഞ്ചി സുരേഷ്, റഷീദ് മുഹമ്മദ്, ഷൈജൻ ശ്രീവത്സം, രാജേഷ് ഇരുളം, ഡോക്ടർ ജോസ് ഊക്കൻ, നസീർ ബാബു, KPSC രാധാമണി, KPSC സജീവ്, KR ജൈത്രൻ, ഉണ്ണി പിക്കാസോ, TA ഇക്ബാൽ, മുരളീധരൻ ആനാപ്പുഴ, പ്രൊഫസർ VK സുബൈദ, ES സാബു, PP സുഭാഷ്, വേണു വെണ്ണറ, മുഷ്താഖ് അലി, P രാമൻകുട്ടി, കുട്ടി കൊടുങ്ങല്ലൂർ, സുധി കൊടുങ്ങല്ലൂർ, ശിവരാമൻ, TA നൌഷാദ്, രാമൻ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കാലടി പ്ലാന്റേഷൻ റബ്ബർ തോട്ടത്തിന് സമീപമുള്ള തോട്ടിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. രാവിലെ ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികളാണ് പിടിയാന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഈ മേഖലയിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് മറ്റൊരു കാട്ടാന ചരിഞ്ഞിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സാണ്ടർ K. തോമസ് അവാർഡ് മന്ത്രി K. രാജന് സമർപ്പിക്കുന്നു. പ്രമുഖ സോഷ്യലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനും രാഷ്ട്രീയ ജനതാദൾ നേതാവുമായിരുന്ന സാണ്ടർ K. തോമസ് അനുസ്മരണ സമ്മേളനവും മന്ത്രി K. രാജനുള്ള അവാർഡ് ദാനവും ഓഗസ്റ്റ് 10 ഞായറാഴ്ച 10:30 മാള പൊയ്യ CFI ലോ കോളേജിൽ വെച്ച് നടക്കും. RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയസ് കുമാർ അവാർഡ് സമ്മാനിക്കും. ഇതോടൊപ്പം ജില്ലാ വിദ്യാഭ്യാസ പുരസ്കാരം മാള കാർമൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ റിനി റാഫേലിന് നൽകും. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അനുസ്മരണ സമിതി കൺവീനർ KC വർഗീസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പിള്ളി, ജില്ലാ സെക്രട്ടറി ജോർജ് ഐനിക്കൽ, ജോൺ ചെല്ലക്കുടം എന്നിവർ പങ്കെടുത്തു. അവർ K. രാജനെയാണ് അത് ആനുകാലികമായിട്ടുള്ള ചില വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അവാർഡ് ദാനം എല്ലാ കൊല്ലവും തിരുവനന്തപുരം, തൃശ്ശൂർ, മാള, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട എന്നീ സ്ഥലങ്ങളിലൊക്കെ വെച്ചാണ് നടത്തിയിരുന്നത്. അദ്ദേഹം വളരെ ഇരിഞ്ഞാലക്കുടിയാണ് ജനിച്ചത്. പിന്നെ അതിനുശേഷം ചാലക്കുടിയിലാണ് താമസിച്ചത്. അവിടെ കിടന്നാണ് മരിച്ചത്. അവിടെ വെച്ചാണ് മരിച്ചത്. മാളയിലും അദ്ദേഹം ഈ പൊയ്യയിലും ഈ മാളാങ്കണിയിലും ടൗണിലൊക്കെ വന്ന് ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നല്ല പ്രസംഗിനും കൂടിയിട്ടാണ്. അപ്പോൾ ഈ തവണ മാളയിൽ വെച്ച് നടത്തണം എന്നുള്ളതായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണ സമിതിയുണ്ട്. ആ സമിതിയുടെ തീരുമാനം മാളയിൽ വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മാളയിൽ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് തിരഞ്ഞെടുത്ത സ്ഥലം നമ്മുടെ പുളിപ്പറമ്പിലുള്ള മാളയിൽ നിന്ന് പൊയ്യിൽ നിന്ന് പോകുമ്പോൾ പുളിപ്പറമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. പുതിയ ലോ കോളേജിൽ വെച്ചിട്ടാണ് അത് നടത്തുന്നത്. സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് വടകര സ്വദേശി മങ്ങോട്ടുപറമ്പ് ആർഷ് വീട്ടിൽ സഹദ് നഫീറാണ് പിടിയിലായത്. കൊരട്ടി കാടുകുറ്റി സ്വദേശിയുടെ വീട്ടിൽ സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി 1,90,000 രൂപ വാങ്ങിയ ശേഷം സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ അന്വേഷണം നടത്തിവരവെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഒരു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതായി വിവരം ലഭിച്ചതനുസരിച്ച് പ്രതിയെ കോടതിയുടെ അനുമതിയോടെയാണ് അറസ്റ്റ് ചെയ്തത്. സഹദ് നഫീർ കൊരട്ടി, കളമശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലായി 2 തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ ഷാജു, സുമേഷ്, ഷിബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിലൻ, അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വൈസ്മെൻസ് ക്ലബ് LED TV വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു.
മനോജ് അബ്രാഹം TV ഏറ്റുവാങ്ങി. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് കരിപ്പായി അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ BJ ജോജി മുഖ്യാതിഥിയായിരുന്നു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജു, EK മനോജ്, ബിജു ജോർജ്, മെൻസ് കണ്ണുകാടൻ എന്നിവർ സംസാരിച്ചു. അംഗനവാടി പ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കുക, സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടകരയിൽ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CI2വിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര, മറ്റത്തൂർ, വരന്തരപ്പിള്ളി അംഗനവാടി പ്രവർത്തകർ പ്രൊജക്ട് ഓഫീസറായ കൊടകര പ്രൊജക്ട് ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം CI2 കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം UG വാസന്തി, CI2 കോർഡിനേഷൻ കൊടകര പഞ്ചായത്ത് കൺവീനർ MK മോഹനൻ, സെക്രട്ടറി ഷീബ, രമ്യ രാജു തുടങ്ങിയവർ സംസാരിച്ചു. UK-യിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്ത 3 കേസുകളിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി സായയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സായ കൊടുങ്ങല്ലൂർ, മതിലകം, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വെള്ളികുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിനുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് SI-മാരായ സാലിം, K കശ്യപ്പൻ, ഷാബു, ASI-മാരായ രാജീവ്, അസ്മാബി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ 23 വയസ്സുള്ള ആയിഷയാണ് മരിച്ചത്. ആളൂർ താഴേക്കാട് വീട്ടുകിണറ്റിൽ സാമൂഹ്യ വിരുദ്ധർ കീടനാശിനി കലക്കിയതായി പരാതി. മനക്കുളങ്ങര പറമ്പിൽ ഷാജിയുടെ വീട്ടുകിണറ്റിലാണ് കീടനാശിനി കലക്കിയിരിക്കുന്നത്. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. പനങ്ങാട് സ്വദേശി കരിപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ 60 വയസ്സുള്ള ജയയ്ക്കാണ് കുത്തേറ്റത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.